ഹലോ, ജിജുസ് എഫ്എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ രാധയുടെ വീട്ടിൽ രാധയുടെ ഓട്ടോയുമായിട്ട് എത്തിയ ഓഫീസിലെ ആൾക്കാരെയാണ്. ലോൺ മുഴുവൻ തീർത്തു അടച്ചു എന്നും പറയാണ്. ഇത് കേട്ട രാധ ചോദിക്കുന്നുണ്ട് ആരാണ് പണം അടച്ചതെന്നും. അത് നാളെ ഓഫീസിൽ വന്ന് നേരിട്ട് ചോദിച്ചാൽ അറിയാമെന്നും പറഞ്ഞ് അവർ അവിടെ നിന്നും പോവാണ്. പിന്നീട് കാണിക്കുന്നത് വേദ കാണാതെ ഒളിഞ്ഞുപോയി ഭക്ഷണം കഴിക്കുന്ന വിക്രമിനെയാണ്. എന്നാൽ വേദ അത് കണ്ട് വിക്രമിനെ കളിയാക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വേദയെക്കുറിച്ച് ആലോചിക്കുന്ന വിക്രമിനെയാണ്. വേദയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിക്രം വളരെ സന്തോഷത്തിലായിരുന്നു. പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ വിക്രമിനെ പോയി എഴുന്നേൽപ്പിക്കുന്ന വേദയെ. പിന്നീട് കാണിക്കുന്നത് രാധ രാവിലെ തന്നെ ഓട്ടോയും എടുത്ത് ഓട്ടോ സ്റ്റാൻഡിൽ എത്തുന്നതാണ്. അവിടെ എത്തിയതും ജീനയെ കണ്ട് കെട്ടിപ്പിടിച്ച് ചോദിക്കുന്നുണ്ട്, നിനക്ക് എവിടുന്ന ഇത്ര ക്യാഷ് എന്ന്. ഇത് കേട്ട ജീന പറയുന്നുണ്ട്, ഞാനല്ല ഇത് ചെയ്തത് എന്നും ദർശൻ വക്കീലാണെന്നും. ഇത് കേട്ട് രാധ ഉടനെ തന്നെ അവിടെ നിന്നും പോവാണ്. പിന്നീട് കാണിക്കുന്നത് കുളിച്ചു വന്ന് ചായ ചോദിക്കുന്ന വിക്രമിനെ. വിക്രം വേദയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ലാസ്റ്റ് അടിയായി. അപ്പോഴാണ് അവിടേക്ക് വീട്ടുകാരെല്ലാം വരുന്നത്. അവർ വന്നതും അവർ രണ്ടുപേരും കണ്ടില്ലായിരുന്നു. ഓടിയതും വേദയുടെ കട്ടിൽ ഇടിച്ച് എണീക്കാൻ വയ്യാതെ കിടക്കുകയാണ്. വേദ കുറെ പറഞ്ഞതിന് ശേഷം വിക്രം വേദയെ എടുത്തു. സുധാകരൻ വാതിൽ തുറന്നതും കണ്ടത് വേദയെ എടുത്തു നിൽക്കുന്ന വിക്രമിനെയാണ്. അത് കണ്ടതും എല്ലാവരും അവരെ കളയാക്കി. എന്നാൽ നന്ദിനി മാത്രം അവരെ ദേഷ്യത്തോടെ കണ്ട് സംസാരിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നത് ടാറ്റാ, ബൈ ബൈ.